ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ലൊരു സ്ക്രീൻ റെക്കോർഡറാണ്. അതായത് നമുക്ക് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു റെക്കോർഡറാണ് പരിചയപ്പെടുത്തുന്നത്. പവർ പോയിന്റിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. പവർ പോയിന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കേണ്ട പവർ പോയിന്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് മുഴുവനും ഈ റെക്കോർഡർ യൂസ് ചെയ്തിട്ട് റെക്കോർഡ് ആയിക്കോളും. അത് മാത്രമല്ല, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ക്രീൻ റെക്കോർഡറിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പവർ പോയിൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എടുക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് ഇൻസേർട്ട് എന്നുള്ള ഈ ടാബ് കാണാം അല്ലേ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടാബിൽ തന്നെ ചിലർക്ക് ഇവിടെ ഉണ്ടാവും റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. അതില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇൻസേർട്ട് ടാബിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ റൈറ്റ് സൈഡിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സ്മോൾ വിൻഡോ ആയിരിക്കും കിട്ടുക. ഓക്കെ, അതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ അറിയാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ റിബൺ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാം. കാരണം റിബണിൽ നമുക്ക് റെക്കോർഡിങ്ങിനുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഓപ്ഷൻസും നമുക്ക് അതിൽ നിന്ന് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വേണമെങ്കിൽ മോർ കമാൻഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ കസ്റ്റമൈസ് റിബൺ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അതല്ലാതെ എങ്ങനെയാണ് എടുക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടുന്ന് നമ്മൾ കസ്റ്റമൈസ് റിബൺ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടാണ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എടുക്കാം. ഫയലിൽ പോവുക, ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക, ദെൻ ഈ ഒരു സംഭവം വരുന്നതായിരിക്കും. ഇതിൽ കസ്റ്റമൈസ് റിബൺ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിന്ന് ഞാൻ ഡയറക്റ്റ് എടുത്തു എന്നേ ഉള്ളൂ. അല്ലാത്തവർക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കസ്റ്റമൈസ് ദ റിബൺ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നോക്കാം നമുക്ക് എവിടെയാണ് ഈ റെക്കോർഡിംഗ്. ഓക്കെ, ഇവിടെ റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക, ദെൻ ഓക്കെ അടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഈ ഒരു റിബൺ ഉണ്ടല്ലോ അതൊന്ന് കസ്റ്റമൈസ് ആയി. അതായത് അതിൽ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൂടി ആഡ് ചെയ്യപ്പെട്ടു. സോ ഞാനിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എന്താണ് എല്ലാത്തിനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അതായത് സ്ലൈഡ് ഷോ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം, സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുക്കാം, അതേപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിംഗ്. ഞാനിപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കാണിച്ചു തരാം. സ്ക്രീൻ റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടോ ഇങ്ങനെയുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞു. ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ദെൻ ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമുക്കിനി റെക്കോർഡിംഗ് ഏരിയ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനാണ് ഈ സെലക്ട് ഏരിയ എന്നുള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ ഇത് ഓഡിയോ, മൗസ് പോയിന്റർ, റെക്കോർഡ് പോയിന്റർ എന്നുള്ള ഓപ്ഷൻ. പോയിന്റർ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ബൈ ഡിഫോൾട്ട് എന്താണ് ഓണിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഓഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോവും. കണ്ടോ? അപ്പോൾ ഇത് ഓഡിയോ എന്തായാലും വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ഓഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചിട്ട് അതിന് മുന്നേ ഏരിയ സെലക്ട് ചെയ്യുന്നത് കൂടി പറഞ്ഞുതരാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ അപ്പോൾ നമ്മുടെ മൗസ് പോയിന്റർ ഇങ്ങനെയുള്ള ഒരു പ്ലസ് സൈനിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് എവിടെയാണോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്, കംപ്ലീറ്റ് വേണ്ട, കുറച്ച് പോർഷൻ മതിയെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിങ്ങനെ ടൈം കാണിക്കും. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു എന്താണ് സ്മോൾ വിൻഡോ ഉണ്ടല്ലോ റെക്കോർഡ് ചെയ്യാൻ വന്നത്, അപ്പോൾ അതങ്ങ് പോയിട്ടുണ്ട്. കാരണം അത് വേണ്ടല്ലോ, അത് റെക്കോർഡിങ്ങിൽ വേണ്ട. സോ അതങ്ങ് പോയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സൽ എടുത്തിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്കൊന്ന് റെക്കോർഡ് ആവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഈ സ്ക്രീനിൻ്റെ ഏരിയ ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും ചെയ്തതും എൻ്റെ വോയിസും റെക്കോർഡ് ആയിട്ടുണ്ടാവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനൊപ്പം ഇതാ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ആയിട്ടുണ്ടാവുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ ഈ അപ്പർ സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് ആ സ്മോൾ വിൻഡോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്മോൾ വിൻഡോ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ഒന്നുകൂടി കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ഈ കേഴ്സർ കൊണ്ടുവന്ന് ഇങ്ങനെ അപ്പ് സൈഡിലേക്ക് വരാം. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് വിൻഡോസ് കീയും ഷിഫ്റ്റും ക്യൂവും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്യുക. എന്താണ് വിൻഡോസ്, ഞാൻ കാണിച്ചു തരാം. വിൻഡോസും ഷിഫ്റ്റും ക്യൂവും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് വരിക. അതായത് നമ്മുടെ വീഡിയോ കഴിഞ്ഞു, റെക്കോർഡിംഗ് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. ഞാനിത് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു എന്താണ് സ്മോൾ വിൻഡോ ഉണ്ടല്ലോ റെക്കോർഡ് ചെയ്യാൻ വന്നത്, അപ്പോൾ അതങ്ങ് പോയിട്ടുണ്ട്. ഓക്കെ, കാരണം അത് വേണ്ടല്ലോ, അത് റെക്കോർഡിങ്ങിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കേഴ്സർ കൊണ്ടുവന്ന് ഇങ്ങനെ
കണ്ടോ? അപ്പോൾ ഇതിലെല്ലാം റെക്കോർഡായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് പവർ പോയിന്റ് യൂസ് ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഒരു ആപ്പിനെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ അവൈലബിൾ ആണ്. ഓക്കെ, കറക്ഷൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതായത് ബ്രൈറ്റ്നസിനും കോൺട്രാസ്റ്റിനും വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ ഇവിടെ ഉള്ളത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കളറിൻ്റെ ഓപ്ഷൻ, അത് നമുക്കിഷ്ടമുള്ള ഒരു കളർ ഫോർമാറ്റിലേക്ക് ഇതിനെ കൊണ്ടുവരാം. അത് മാത്രമല്ല പോസ്റ്റർ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്താണ് ഇപ്പോൾ ഉള്ള ഫ്രെയിം തന്നെയാണ് വേണ്ടതെങ്കിൽ അത് മതി. അതല്ല നമ്മൾ തംബ്നെയിൽ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു പരിപാടിയാണിത്. ഓക്കെ, തംബ്നെയിലായിട്ട് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഇമേജ് ഫ്രം ഫയൽ എന്നുള്ളത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. ഓക്കെ, അങ്ങനെ സെലക്ട് ചെയ്യുന്നതാണ് ഇത്. ഇവിടെ ഇമേജ് ഫ്രം ഫയൽ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ഓൺലൈനിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവരുടെ സ്റ്റോക്ക് ഇമേജസ് ഉണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ് ഫ്രം ഫയൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോന് സ്റ്റൈൽസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഷേപ്സ് ഉണ്ട്, ബോർഡർ കൊടുക്കണമെങ്കിൽ, വീഡിയോ എഫക്ട്സ് വേണമെങ്കിൽ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ റെക്കോർഡിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സ്പോർട്ട് ടു വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സംഭവവും കഴിഞ്ഞു, അതായത് നിങ്ങളുടെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ് വീഡിയോ. അപ്പോൾ ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ എത്തുക. ഇനി ഇവിടുന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോൻ്റെ ക്വാളിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാം. അൾട്രാ HD വേണമെങ്കിൽ വയ്ക്കാം. ഞാനിപ്പോൾ 1080 തന്നെയാണ് വെക്കുന്നത്. ദെൻ ക്രിയേറ്റ് വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാനിവിടെ ഡെസ്ക്ടോപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യാൻ പോകുന്നത്. പ്രസൻറ്റേഷൻ 1 എന്ന് തന്നെയാണ് പേരുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേര് മാറ്റി കൊടുക്കാം. MP4 ആയിട്ടാണ് സേവ് ആവാൻ പോകുന്നത്. സോ സേവ് എന്നടിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടുന്ന് എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇത് കംപ്ലീറ്റ് ആയാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മിനിമൈസ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഡെസ്ക്ടോപ്പ് ഇതാ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് അല്ലേ. ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. കണ്ടോ, ഏരിയ സെലക്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇവിടുന്ന് കട്ടായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഓക്കെ, നമ്മുടെ വോയിസ് വരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി വേറെ ഒരു ആപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പവർ പോയിന്റ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് റെക്കോർഡും ചെയ്യാം, എഡിറ്റും ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.